ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബാലുക്കുട്ടനും അല്ലുക്കുട്ടനും പുതിയൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കുറേ ദിവസമായി ബാലുക്കുട്ടനും അല്ലുക്കുട്ടനും സൈക്കിൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് നടക്കണമെന്ന് കുറേ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വാങ്ങിക്കൊടുക്കാമല്ലോ വിചാരിച്ച് നിലമ്പൂർ വരെ പോയി. നിലമ്പൂരിൽ നിന്നാണ് സൈക്കിൾ വാങ്ങിയത്. ആദ്യം സൈക്കിൾ വാങ്ങിയിട്ടില്ല, പിറ്റേ ദിവസം വന്ന് നോക്കിയിട്ട് നമുക്ക് രണ്ടാൾക്കും വാങ്ങിപ്പോവാന്നൊക്കെ പറഞ്ഞ് ബാലുക്കുട്ടനെ നിർത്തിയത് കേട്ടോ. വാങ്ങിയ കാര്യമൊന്നും ബാലുക്കുട്ടനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. നാളെ പോയി വാങ്ങാട്ടോ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതായിരുന്നു. അവനോട് പറയാതെ നേരെ ഞാനും ഏട്ടനും പോയിട്ട് സൈക്കിളൊക്കെ വാങ്ങിപ്പോന്നു. ഒരുപാട് സൈക്കിളുണ്ട്, നല്ല ഭംഗിയുള്ള ഒരുപാട് സൈക്കിൾ ഉണ്ടായിരുന്നു അവിടെ. ചെറിയ കുട്ടികളായപ്പോൾ വാങ്ങിക്കൊടുത്തതായിരുന്നു സൈക്കിൾ. പിന്നെ സൈക്കിളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു. ബാലുക്കുട്ടന് സൈക്കിൾ ഓട്ടാനൊന്നും അറിയില്ലായിരുന്നു. ബാലുക്കുട്ടൻ വേറെ കുട്ടികളെ സൈക്കിളൊക്കെ ഓട്ടി കുറേ വീണും നീച്ചൊക്കെ നടന്നിട്ടാണ് ബാലുക്കുട്ടൻ സൈക്കിളൊക്കെ ഓട്ടാൻ പഠിച്ചത്. അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് സൈക്കിൾ ഓട്ടാൻ അറിയാം കേട്ടോ. ബാലുക്കുട്ടൻ ആരും പഠിപ്പിച്ചിട്ടില്ല, ബാലുക്കുട്ടൻ ഒറ്റയ്ക്കാണ് സൈക്കിളൊക്കെ ഓട്ടി പഠിച്ചത്. രാത്രിയായിരുന്നു സൈക്കിൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സൈക്കിൾ കണ്ടപ്പോൾ ബാലുക്കുട്ടന് ഭയങ്കര സന്തോഷമായി. പിന്നെ ബാലുക്കുട്ടന് ഉറക്കം തന്നെ വരുന്നില്ല കേട്ടോ. രാവിലെ ആകാൻ സമയമായി കിട്ടിയ സൈക്കിൾ ഒന്ന് എടുത്ത് ഓട്ടാലോ വിചാരിച്ച് നടക്കായിരുന്നു ബാലുക്കുട്ടൻ. ഉറങ്ങാൻ പോയിട്ട് ഒന്ന് എണീറ്റ് വരും, വീണ്ടും ഒന്ന് സൈക്കിളൊന്ന് നോക്കും, വീണ്ടും ഒന്ന് പോയി കിടക്കും. അങ്ങനെ രാവിലെ നേരത്തെ നീച്ച് ബാലുക്കുട്ടൻ സൈക്കിളൊക്കെ ഓട്ടി തുടങ്ങി. അങ്ങനെ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞു നേരെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ തുടങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കപ്സയൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അച്ചുവിൻ്റെ അച്ഛനും അനിയത്തിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരും വരുമല്ലോ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് കപ്സയൊക്കെ ഉണ്ടാക്കി. അരിയൊക്കെ കഴുകി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് സമയം കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ അതിലിട്ട് ചോറൊക്കെ ഊറ്റിയെടുത്തു. ഞാൻ കപ്സ ഉണ്ടാക്കൽ അധികവും ചിക്കൻ വറുത്തിട്ടാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് കോരി ചോറൊക്കെ ഊറ്റി മാറ്റി വെച്ചു. അമ്മയില്ലായിരുന്നു വീട്ടിൽ. അമ്മയ്ക്ക് ഞായറാഴ്ചയും തൊഴിലുറപ്പുണ്ടായിരുന്നു. അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി. പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ട് കപ്സയൊക്കെ ഉണ്ടാക്കി. എനിക്ക് ആദ്യമൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി പഠിച്ചു. ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇഷ്ടത്തോടെ ഉണ്ടാക്കുമ്പോൾ എന്ത് സാധനമായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ. അങ്ങനെ കപ്സ ഉണ്ടാക്കൽ തുടങ്ങി. സൺഫ്ലവർ ഒഴിച്ച് തക്കാളി, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി സോസ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് മസാല റെഡിയായി. അതിലേക്ക് അരിയൊക്കെ ഇട്ടു, ചോറൊക്കെ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കപ്സ റെഡിയായി. അത് കഴിഞ്ഞ് നേരെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി. ബീഫ് ഉണ്ടാക്കൽ പിന്നെ അച്ചുണ്ടായാൽ അച്ചുവാണ് ബീഫ് ഉണ്ടാക്കൽ. അച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ബീഫ് ഉണ്ടാക്കാൻ. അച്ചു നന്നായിട്ട് അറിയാം. അങ്ങനെ ബീഫൊക്കെ വെന്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അച്ചുവിൻ്റെ അനിയത്തി അച്ഛനും പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. മക്കളൊക്കെ അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കരയാണ്. അങ്ങനെ ഞങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടോ. ഓല് പോയി കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം മക്കളൊക്കെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കപ്പയും ചിക്കൻ കറിയും കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് അലക്കിയ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നേരെ പുഴയ്ക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അകൊക്കെ അടിച്ചു വാരി പിന്നെ നേരെ പുഴയിൽ പോയി. മക്കളൊക്കെ പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നോക്കാമല്ലോ വിചാരിച്ച് അടിച്ചു വാരലൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് നേരെ പുഴയ്ക്ക് പോയി. രാവിലെയും വൈകുന്നേരമൊക്കെ അടിച്ചേരി തുടക്കലുണ്ട്. വിളക്കെത്തിക്കുന്ന സമയമാകുമ്പോഴേക്കിന് അടിച്ചേരി തുടച്ചിടും. മക്കൾ അതിലൊന്ന് കയറും, ഇതിലൊന്ന് കയറും. അപ്പോൾ ആകെ ചളിയാവും. അങ്ങനെ പുഴയിലെത്തി. ഏട്ടന് കുറച്ച് പോത്തുംകുട്ടിയേക്ക് പുല്ലൊക്കെ കുഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മക്കളൊക്കെ അവിടെ കുളിച്ച് കയറിയിട്ടുണ്ട്. അച്ഛന് പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേലി അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പൈക്കളും ആടുകളൊക്കെ കയറിയിട്ട് പച്ചക്കറിയൊക്കെ ആകെ കേടെടുത്തു. ഈ വേലി അടക്കൽ കഴിഞ്ഞ് ഏകദേശം ആയാൽ അച്ഛൻ പച്ചക്കറി ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ പുഴയിൽ നിന്ന് കയറി പോത്തുംകുട്ടികളൊക്കെ കെട്ടിയിട്ട് പിന്നെ നേരെ പോകുന്നത് ഞങ്ങൾ പുതുതായി പണിയുന്ന വീടിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് ഞങ്ങൾ പുതുതായി പണിയുന്ന വീട്. ഞങ്ങളെ ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയാണിത്. വീട് പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഉള്ളൊരാഗ്രഹം കൂടിയാണിത്. അങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടാലോ. ആദ്യം സിറ്റ് ഔട്ട്, 3 ബെഡ്റൂമും ഹാള്, ബാത്റൂം, അടുക്കള, പോർച്ച്, അങ്ങനെയാണ് വീടിൻ്റെ പ്ലാന്. ഹാളിൽ നിന്ന് അങ്ങനെ നേരെ കയറി ചെന്ന് 2 ബെഡ്റൂം, പിന്നെ ബാത്റൂം, പിന്നെ ഹാളിൽ നിന്ന് തിരിഞ്ഞിട്ട് നേരെ അടുക്കള, അടുക്കളൻ്റെ തൊട്ടപ്പുറത്ത്
ഒരു റൂം. പിന്നെ നേരെ പുറത്തേക്കാണ്. പുറത്ത് നല്ല വിശാലമായ കാഴ്ചയുണ്ട്. നല്ല റബ്ബറുണ്ട്, നല്ല കാറ്റടിക്കും കേട്ടോ. ബെഡ്റൂമിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള റൂം ഇതാണ് വലിയ റൂം. അടുക്കളയിൽ അടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കോൺക്രീറ്റ് ഇട്ടു, പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വയറും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, തേക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറിയിട്ട് നല്ല സ്പേസ് ഉണ്ട്. മുകൾ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചുള്ള സ്പേസ്, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇതാ നമ്മൾ മുകളിലെത്തി. മുകളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചുറ്റുഭാഗം റബ്ബറാണ്. വൈകുന്നേരമായാൽ നല്ല കാറ്റടിക്കും, നല്ല സുഖമാണ് കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാൻ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.